Radioline News Update. Brought to you by Joy Alucas, world's favorite jeweler. ലണ്ടൻ നഗരത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം 1 and 2 Carlton Terrace, Green Street, London. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ബ്രെക്സിറ്റ് യുകെയിൽ മരുന്നുക്ഷാമം കൂടുതൽ വഷളാക്കിയതായി ഗവേഷണങ്ങൾ. 2020-നും 2023-നും ഇടയിൽ യുകെയിലെ മരുന്നുകളുടെ ദൗർലഭ്യം ഇരട്ടിയിലധികമായി. അതേസമയം ബ്രെക്സിറ്റ് പ്രശ്നം കൈകാര്യം ചെയ്യുവാനുള്ള രാജ്യത്തിന്റെ കഴിവിനെ അത് ദുർബലപ്പെടുത്തുന്നതായി നഫീൽഡ് ട്രസ്റ്റിന്റെ ഗവേഷണം പറയുന്നു. 2020 ജനുവരിയിൽ യുകെ യൂറോപ്യൻ യൂണിയൻ വിട്ടതിനുശേഷം ആന്റിബയോട്ടിക്കുകളും അപസ്മാരത്തിനുമുള്ള മരുന്നുകളും ഉൾപ്പെടെയുള്ളവയുടെ ക്ഷാമം സാധാരണയായി മാറിയെന്ന് പറയപ്പെടുന്നു. മരുന്ന് കമ്പനികൾ കഴിഞ്ഞ വർഷം 1600-ലധികം തവണ ക്ഷാമത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകി. 2020 ഇത് 648 ഉയർന്നു. നികുതിദായകർ അവരുടെ സാധാരണ വിലയേക്കാൾ കൂടുതൽ മരുന്നുകൾ വാങ്ങുന്നതിന് ഫാർമസികൾക്ക് പണം തിരികെ നൽകേണ്ടി വരും. നഫീൽഡ് ട്രസ്റ്റിലെ ബ്രെക്സിറ്റ് പ്രോഗ്രാം ലീഡർ മാർക്ക് ദയാൻ പറഞ്ഞത് പല പ്രശ്നങ്ങളും ആഗോളമാണെന്നും COVID-19 അടച്ചുപൂട്ടലുകൾ, പണപ്പെരുപ്പം, ആഗോള അസ്ഥിരത എന്നിവയാൽ ഞെരുക്കിയ ഏഷ്യയിൽ നിന്നുള്ള ദുർബലമായ ഇറക്കുമതി ശൃംഖലയുമായി ബന്ധപ്പെട്ടതാണെന്നാണ്. യുകെയിലെ ഉദ്യോഗസ്ഥർ നിരീക്ഷിക്കുവാനും പ്രതികരിക്കുവാനും കൂടുതൽ സങ്കീർണമായ ഒരു സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ ഉൽപ്പന്നങ്ങളുടെ ഒഴുക്ക് നിലനിർത്താൻ അധിക പേയ്മെന്റുകൾ ഉപയോഗിച്ചു. ഇംഗ്ലണ്ടിൽ പോലീസ് സേനയെ വിശ്വാസമുള്ളത് 40% ജനങ്ങൾക്ക് മാത്രം. ഇംഗ്ലണ്ടിൽ പോലീസ് സേനയുടെ വില ഇടിഞ്ഞു വരികയാണ്. സമീപകാലത്തെ നിരവധി സംഭവങ്ങൾ അത് വ്യക്തമാക്കുകയും ചെയ്യുന്നുണ്ട്. കുറ്റകൃത്യം, മോഷണം എന്നിവയിലെ പ്രതികളെ കണ്ടെത്തുന്നതിലും കുറ്റകൃത്യം തടയുന്നതിലും പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയാണ് ഉണ്ടാകുന്നത്. പോലീസ് തന്നെ പ്രതിസ്ഥാനത്ത് വരുന്ന കേസുകളും വേറെയുണ്ട്. ഏതായാലും ഇംഗ്ലണ്ടിലെ ജനങ്ങളിൽ 10-ൽ 4 പേർക്ക് മാത്രമാണ് ഇപ്പോൾ പോലീസ് സേനകളെ വിശ്വാസമെന്നാണ് ഗവേഷണത്തിൽ വ്യക്തമാകുന്നത്. യുകെയിലെ ഏറ്റവും വലിയ സേനയായ മെട്രോപൊളിറ്റൻ പോലീസിന്റെ വിശ്വാസ്യത സർവകാല തകർച്ചയാണ് നേരിടുന്നതെന്നും അന്വേഷണത്തിൽ കണ്ടെത്തി. NHSലെ പകുതിയോളം ജീവനക്കാർക്ക് മറ്റു ജോലികൾ തേടുന്നതായി പഠന റിപ്പോർട്ട്. ബാത്ത് യൂണിവേഴ്സിറ്റിയുടെ പഠന റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറയുന്നത്. കോവിഡ് പ്രതിസന്ധി മൂർധന്യാവസ്ഥയിലായിരുന്ന 2020 മുതൽ NHSന്റെ ജീവനക്കാരെ സ്ഥാപനത്തിൽ തന്നെ പിടിച്ചു നിർത്തുവാനുള്ള കഴിവ് ഈ പഠനം നടത്തിയവർ വിശകലനം ചെയ്തു വരികയായിരുന്നു. ഇതിൽ ഏറ്റവും പുതിയ പഠന റിപ്പോർട്ടിൽ മുൻനിര ജീവനക്കാരിൽ നിന്നുള്ള തങ്ങൾ വൈകാരികമായി ശോഷിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്ന സാക്ഷ്യപത്രങ്ങളും വരുന്നുണ്ട്. ഈ ആശങ്ക പരിഹരിക്കുന്നതിനായി തങ്ങൾ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജീവനക്കാരോട് NHSനുള്ള പ്രതിബദ്ധത കുറഞ്ഞു വരികയാണെന്നാണ് NHSന്റെ പ്രവർത്തനങ്ങളെ അവതാളത്തിലാക്കിയതെന്ന് പഠനങ്ങൾക്ക് നേതൃത്വം നൽകിയവർ പറയുന്നു. കോവിഡിന് ശേഷം ആരോഗ്യ മേഖലയിൽ ജീവനക്കാരെ ഈ മേഖലയിൽ പിടിച്ചു നിർത്തുന്നതിൽ സ്വാധീനിക്കുന്നതെന്ത് എന്ന പഠനം നടത്തുന്നതിനായി എക്കണോമിക് ആൻഡ് റിസർച്ച് കൗൺസിലാണ് യൂണിവേഴ്സിറ്റിയെ ചുമതലപ്പെടുത്തിയത്. 4 വർഷത്തോളമായി പഠനം തുടരുകയാണ്. മാനസിക സമ്മർദ്ദം, ജോലിഭാരം, ജീവനക്കാരുടെ ക്ഷാമം, കുറഞ്ഞ ശമ്പളം എന്നിവയാണ് NHSലെ ജോലി ഉപേക്ഷിക്കുന്നതിനുള്ള പ്രധാന കാരണങ്ങളായി അവർ ചൂണ്ടിക്കാണിക്കുന്നത്. ഇങ്ങനെ ജോലി നോക്കുന്നവരിൽ കാൽഭാഗം പേർ NHS ജോലിക്ക് പുറമെ രണ്ടാം തൊഴിൽ എന്ന നിലയിലാണ് മറ്റു ജോലികൾ നോക്കുന്നത്. വൈകാരികമായ ശോഷണം സംഭവിക്കുകയാണെന്നും ഓരോ ദിവസത്തെയും ജോലി അവസാനിക്കുന്നത് നിരാശയിലും കണ്ണീരിലുമാണെന്ന് സർവേയിൽ പങ്കെടുക്കുന്നവരിൽ പലരും പറയുന്നു. പ്രളയത്തിൽ മുങ്ങി ഗൾഫ്. കോടികളുടെ നഷ്ടം. ജീവിതം സാധാരണ നിലയിലാക്കുവാൻ തീവ്രമായ ശ്രമം നടക്കുന്നു. ഒരു ദിവസത്തെ മഴയ്ക്കു ശേഷം UAEയിൽ മാനം തെളിഞ്ഞെങ്കിലും മഴക്കെടുതികൾ തുടരുകയാണ്. ഒരു സ്വദേശിക്ക് ജീവൻ നഷ്ടമായി. ഒമാനിലും സൗദിയിലും കനത്ത മഴ നാശം വിതച്ചു. ഒമാനിൽ ഒരു മലയാളിയടക്കം 18 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. ഇതിൽ 10 പേർ സ്കൂൾ കുട്ടികളാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴ തുടരുകയാണ്. ഒരു വർഷം പെയ്യേണ്ട മഴയാണ് ചൊവ്വാഴ്ച മാത്രം UAEയിൽ പെയ്തിറങ്ങിയത്. 24 മണിക്കൂറിനുള്ളിൽ 254 മില്ലിമീറ്റർ മഴ. 75 വർഷത്തിനിടെ രാജ്യം കണ്ട ഏറ്റവും വലിയ മഴയാണിത്. 200 മില്ലിമീറ്ററാണ് ഒരു വർഷം സാധാരണ ലഭിക്കാറുള്ളത്. 10,000-കണക്കിന് വാഹനങ്ങൾ വെള്ളം കയറി നശിച്ചു. റോഡുകളിലെ വെള്ളക്കെട്ട് മാറാത്തതിനാൽ ഓഫീസുകൾക്ക് വർക്ക് ഫ്രം ഹോമും സ്കൂളുകൾക്ക് ഓൺലൈൻ ക്ലാസുകളും അനുവദിച്ചു. എമിറേറ്റുകളെ ബന്ധിപ്പിക്കുന്ന ബസ് സർവീസ് പൂർണ്ണമായും നിർത്തിവെച്ചു. മലയാളികളുടെ ഉടമസ്ഥതയിലുള്ള ചില ഫാമുകൾ വെള്ളത്തിലായി. 1000-കണക്കിന് വളർത്തുമൃഗങ്ങൾക്ക് ജീവൻ നഷ്ടപ്പെട്ടു. റോഡിലെ വെള്ളക്കെട്ട് നീക്കാൻ വലിയ പമ്പുകൾ ഉപയോഗിച്ചു. വെള്ളം ടാങ്കറിൽ ശേഖരിച്ച് മറ്റു സ്ഥലങ്ങളിൽ മാറ്റുന്നത് 24 മണിക്കൂറും തുടരുകയാണ്. ചൊവ്വാഴ്ച നിർത്തിവെച്ച വിമാന സർവീസുകൾ ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് പുനരാരംഭിച്ചത്. ഇനി നാട്ടിലെ വാർത്തകൾ. 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പിണറായിയെ മാത്രം കേന്ദ്ര സർക്കാർ എന്തുകൊണ്ട് ജയിലിൽ അടയ്ക്കുന്നില്ലെന്ന് രാഹുൽ ഗാന്ധി. മുഖ്യമന്ത്രി പിണറായി വിജയനെ കേന്ദ്ര സർക്കാർ ഇതുവരെ ജയിലിലാക്കാത്തത് എന്തുകൊണ്ടാണെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. രാജ്യത്ത് BJPയെ എതിർക്കുന്ന 2 മുഖ്യമന്ത്രിമാർ ജയിലിലാണ്. പക്ഷേ പിണറായി വിജയനൊന്നും സംഭവിക്കുന്നില്ല. ഒരാൾ BJPയെ ആക്രമിച്ചാൽ 24 മണിക്കൂറിനകം തിരിച്ച് ആക്രമിക്കുന്നതാണ് അവരുടെ ശൈലി. വിമർശനവും എതിർപ്പും സത്യസന്ധമായാൽ മാത്രമേ BJPക്ക് പിന്നാലെ വന്ന് ആക്രമിക്കൂവെന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രി 24 മണിക്കൂറും തന്നെ ആക്രമിക്കുകയാണെന്നും രാഹുൽ കുറ്റപ്പെടുത്തി. അദാനിക്കെതിരെ പ്രസംഗിച്ചതിന് പിന്നാലെ ലോക്സഭയിൽ നിന്നും പുറത്താക്കി. താമസിച്ചിരുന്ന
വീട്ടിൽ നിന്ന് പോലും പുറത്താക്കി. ഇന്ത്യ മുഴുവൻ തനിക്ക് വീടുണ്ടെന്നും മോശപ്പെട്ട വീട്ടിൽ നിന്നും പുറത്താക്കിയതിൽ സന്തോഷമുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കണ്ണൂരിൽ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു രാഹുൽ ഗാന്ധി. BJPക്കും RSSനുമെതിരെ ശക്തിയുക്തം പോരാടുന്ന ഒരാളാണ് ഞാൻ. അവർ എന്നെ എന്തൊക്കെ ചെയ്താലും ഓരോ ദിവസവും താൻ ആ പോരാട്ടം തുടരുകയാണ്. ആശയപരമായി എനിക്ക് അവരോട് കടുത്ത ഭിന്നതയുണ്ട്. അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും ഉണരുമ്പോൾ അവരെ എങ്ങനെ അസ്വസ്ഥതപ്പെടുത്താം എന്നാണ് എന്റെ ചിന്ത. ഞാൻ പാർലമെന്റിലൂടെ നടക്കുമ്പോൾ അവിടെയുള്ള BJPക്കാർ പറയുന്നത് ഈ മനുഷ്യൻ 24 മണിക്കൂറും ഞങ്ങളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ്. 10 നിയമസഭാ സീറ്റിൽ മത്സരിക്കാൻ എതിർ സ്ഥാനാർത്ഥികളില്ല. തുടരുന്ന കൂറുമാറ്റം. സ്പെഷ്യലാണ് അരുണാചൽ പ്രദേശ്. ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ ഒന്നിച്ചു നടക്കുന്ന അരുണാചൽ പ്രദേശിൽ 60 നിയമസഭാ സീറ്റുകളിൽ ഇക്കുറി 50 സീറ്റുകളിലേക്കാണ് മത്സരം. കാരണം 10 സീറ്റുകളിൽ മുഖ്യമന്ത്രി പേമ ഖണ്ഡു അടക്കം എതിരില്ലാതെ വിജയിച്ച 5 സ്ഥാനാർത്ഥികൾക്കെതിരെ മത്സരിക്കാൻ ആരുമുണ്ടായിരുന്നില്ല. പത്രിക പിൻവലിക്കുവാനുള്ള അവസാന ദിവസത്തിൽ മറ്റ് 5 മണ്ഡലങ്ങളിൽ എതിർ സ്ഥാനാർത്ഥികൾ പിന്മാറി. പേമ ഖണ്ഡുവിന്റെ മുക്തോ മണ്ഡലത്തിൽ മറ്റാരും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നില്ല. അതുകൊണ്ട് ജയം നേരത്തെ തന്നെ ഉറപ്പിച്ചിരുന്നു. അരുണാചലിൽ നിന്നും ലോക്സഭയിലേക്ക് ഇതുവരെ 48 പേർ എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെടുന്നുണ്ട്. എതിർ സ്ഥാനാർത്ഥികൾ ഇല്ലാത്തതുപോലെ കൂറുമാറ്റത്തിന്റെ കാര്യത്തിലും അരുണാചൽ ഇത്തിരി സ്പെഷ്യലാണ്. 2014 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചെങ്കിലും കൂറുമാറ്റത്തിലൂടെ കോൺഗ്രസ് സർക്കാർ ഇവിടെ വീണു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന ഒരാളുടെ ജീവൻ തന്നെ പൊലിഞ്ഞു. 2016 കൂറുമാറ്റത്തിലൂടെ BJP അധികാരത്തിൽ വന്നു. പിന്നാലെ വന്ന 2019 നിയമസഭാ തെരഞ്ഞെടുപ്പിലും BJP വിജയിച്ചു. പക്ഷേ കൂറുമാറ്റം അവസാനിച്ചില്ല. അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഏറ്റവും ഒടുവിലായി ഇക്കഴിഞ്ഞ മാർച്ചിൽ ആകെയുള്ള 4 കോൺഗ്രസ് MLA-മാരിൽ 3 പേരും BJP-യിലെത്തി. അക്ബറും സീതയും മാറും. പുത്തൻ പേരുകളിൽ സടകുടയാൻ സിംഹങ്ങൾ. നിർദ്ദേശം സമർപ്പിച്ചു. പേര് വിവാദത്തിൽപ്പെട്ട സിംഹങ്ങൾക്ക് പുതിയ പേരുമായി ബംഗാൾ. അക്ബർ എന്ന ആൺസിംഹത്തിന് സുരാജ്, സീത എന്ന പെൺസിംഹത്തിന് തനയ എന്നീ പേരുകൾ നൽകുവാനാണ് നീക്കം. ബംഗാൾ സൂ അതോറിറ്റിയാണ് സെൻട്രൽ സൂ അതോറിറ്റിക്ക് നിർദ്ദേശം സമർപ്പിച്ചത്. സിംഹങ്ങൾക്ക് അക്ബർ, സീത എന്നീ പേരുകൾ നൽകിയത് ശരിയായില്ലെന്നും മാറ്റാനും കൽക്കട്ട ഹൈക്കോടതി നിർദ്ദേശിച്ചു. അക്ബർ എന്ന ആൺസിംഹത്തെയും സീത എന്ന പെൺസിംഹത്തെയും മൃഗശാലയിൽ ഒന്നിച്ച് പാർപ്പിക്കുന്നതിനെതിരെ വിശ്വ ഹിന്ദു പരിഷത്താണ് കൽക്കട്ട ഹൈക്കോടതിയെ സമീപിച്ചത്. ഹിന്ദു വിശ്വാസത്തെ അപമാനിക്കുന്നതാണ് അക്ബറിനെ സീതയ്ക്കൊപ്പം ഒരേ കൂട്ടിൽ ഇട്ടതെന്നായിരുന്നു വാദം. പെൺസിംഹത്തിന്റെ പേര് മാറ്റണമെന്നും ആവശ്യപ്പെട്ടു. ഇണചേർക്കുന്നതിനായി ത്രിപുരയിലെ സബാഹിജാല സുവോളജിക്കൽ പാർക്കിൽ നിന്നാണ് സിംഹങ്ങളെ ബംഗാളിൽ എത്തിച്ചത്. വളർത്തുമൃഗങ്ങൾക്ക് ദൈവത്തിന്റെ പേരാണ് ഇടുന്നതെന്ന് സിലിഗുരിയിലെ ഹൈക്കോടതിയിൽ സർക്കിട്ട് ബെഞ്ച് ചോദിച്ചു. മൃഗത്തിന് രവീന്ദ്രനാഥ് ടാഗോർ എന്ന പേര് ആരെങ്കിലും ഇടുമോ? സിംഹത്തിന് അക്ബർ എന്ന പേരിടുന്നതിന് വിയോജിപ്പാണെന്നും അക്ബർ മഹാനായ മതേതരവാദിയായ മുഗൾ ചക്രവർത്തിയാണെന്നും ജസ്റ്റിസ് സഖൗദ ഭട്ടാചാര്യ പറഞ്ഞു. അക്ബറിന് 7 വയസ്സും സീതയ്ക്ക് 5 വയസ്സുമാണ് പ്രായം. ഇനി കായിക വാർത്തകൾ. 2020 ലോകകപ്പിന് കോഹ്ലിയും രോഹിത്തും പുറത്താകുക. ഗില്ലോ, ജയ്സ്വാളോ, സഞ്ജു രണ്ടാം കീപ്പർ. ഇന്ത്യ 2020 ലോകകപ്പിന് ജൂണിൽ നടക്കുന്ന ലോകകപ്പിൽ രോഹിത് ശർമ്മയ്ക്കൊപ്പം വിരാട് കോഹ്ലി ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യുമെന്നും ശുഭ്മാൻ ഗിൽ, യശസ്വി ജയ്സ്വാൾ എന്നിവരിൽ ഒരാൾ പുറത്താകുമെന്നും റിപ്പോർട്ടുകൾ. പരിശീലകൻ രാഹുൽ ദ്രാവിഡ്, ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷൻ അജിത് കാകാക്കർ എന്നിവർ കഴിഞ്ഞ ദിവസം യോഗം ചേർന്നു. ഈ യോഗത്തിൽ ലോകകപ്പ് ടീം സംബന്ധിച്ച ഏകദേശ ധാരണയാണ് BCCI അംഗം അറിയിച്ചതായി PTI വാർത്താ ഏജൻസി പറഞ്ഞു. മെയ് 1 ലോകകപ്പിനുള്ള 15 ടീമിനെ പ്രഖ്യാപിക്കാനുള്ള അവസാന തീയതി. IPL ഓപ്പണിലെ പ്രകടനം പരിഗണിച്ചാണ് കോഹ്ലിക്ക് ബാറ്റിംഗിൽ സ്ഥാനക്കയറ്റം നൽകാൻ ആലോചിക്കുന്നത്. എന്നാൽ മറ്റു ടീമിലെ സ്ഥാനങ്ങളിൽ IPL തിളങ്ങുന്ന യുവതാരങ്ങൾക്ക് അവസരമുണ്ടാകില്ല. ഋഷഭ് പന്തിന് പുറമെ 2ാം വിക്കറ്റ് കീപ്പറാകാൻ സഞ്ജു സാംസണും പരിഗണനയിലുണ്ട്. ഇന്നത്തെ പൗണ്ട് നിരക്ക് 104.21 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.